ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം നാളെയാണ് നടക്കാനായിരിക്കുന്നത്. കട്ടക്കിൽ വെച്ച് നടക്കുന്ന രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ പ്ലേയിംഗ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ആദ്യ മത്സരത്തിൽ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ രണ്ടാം മത്സരത്തിനായി ഇറങ്ങുന്നത്. ബാറ്റിംഗ് ബോളിംഗ് ലൈനപ്പുകൾ ഒന്നിനൊന്നും മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. പ്രത്യേകിച്ച് സീനിയർ ടീമിന്റെ ഭാഗത്തു നിന്നും മധ്യനിര ഫോമിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ടീം പരിഹരിച്ച ഒരു കാഴ്ചയും കണ്ടിരുന്നു. ടീമിലേക്ക് മടങ്ങിയെത്തിയ ശ്രേയസ് അയ്യർക്കൊപ്പം ഓൾറൗണ്ടറായ അക്സർ പട്ടേലും ശുഭ്മാൻ ഗില്ലും ഫോമിലേക്ക് എത്തിയത് തന്നെയാണ് ടീം ഇന്ത്യക്ക് ആശ്വാസകരമായ വാർത്തകളായി മാറുന്നത്. മറുഭാഗത്ത് നാളത്തെ മത്സരത്തിൽ പരിക്ക് മാറി വിരാട് കോഹ്ലി ടീമിനൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. പരിക്ക് സാരമുള്ളതല്ല എന്നും രണ്ടാം ഏകദിനത്തിൽ കളിക്കാനിറങ്ങുമെന്നും ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ടീമിന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. പരിക്ക് താരത്തെ അലട്ടുന്നില്ല എന്നും രണ്ടാം മത്സരത്തിന് സെലക്ഷനായി കോഹ്ലി അവൈലബിൾ ആയിരിക്കുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കോഹ്ലി ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ശ്രേയസ് അയ്യരെ മാറ്റി നിർത്താനായി ടീം ഇന്ത്യ തയ്യാറാകില്ല. കാരണം ആദ്യ ഏകദിനത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ ആദ്യ ഏകദിനത്തിൽ ടീം ഇന്ത്യ അവസരം നൽകിയ SSC ജയ്സ്വാളിനായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക. ജയ്സ്വാൾ ടീമിൽ നിന്ന് മാറുമ്പോൾ ഓപ്പണർ റോളിലേക്ക് ശുഭ്മാൻ ഗിൽ എത്തുകയും വൺ ഡൗൺ ആയിട്ടായിരിക്കും വിരാട് കോഹ്ലി ബാറ്റിങ്ങിനായി എത്തുക. കോഹ്ലിക്ക് ശേഷം മിഡിൽ ഓർഡറിൽ ശ്രേയസ് അയ്യർ എത്തുമ്പോൾ KL രാഹുലിന് പകരം ഋഷഭ് പന്തിന് ടീം ഇന്ത്യ ഒരു അവസരം നൽകുമോ എന്ന് തന്നെയാണ് നാളത്തെ മത്സരത്തിലെ അടുത്ത ചേഞ്ചായി കാണുന്നത്. KL രാഹുൽ ബാറ്റിംഗ് ഓർഡറിൽ തുടർന്നാൽ ആദ്യ 6 ബാറ്റിംഗ് പൊസിഷനുകൾ പരിഗണിക്കുകയാണെങ്കിൽ ടീമിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഇല്ല എന്നുള്ളൊരു കുറവ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ലോവർ ഓർഡർ ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനെയാണ് ടീം ഇന്ത്യ മിഡിൽ ഓർഡറിലേക്ക് പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറവ് പരിഹരിക്കുന്നതിനായി ഋഷഭ് പന്തിനെ ഒരുപക്ഷെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കാം. ബൗളിംഗ് നിരയിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യതകളാണ് ഇവിടെ പറയുന്നത്. കുൽദീപ് യാദവിന് പകരം സ്പിന്നർ വരുൺ ചക്രവർത്തി പ്ലേയിംഗ് 11ലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഷമിയും ഹർഷിത് റാണയും തന്നെയായിരിക്കും പേസ് ബൗളിംഗ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുക. ഈ മാറ്റങ്ങളോട് കൂടി രണ്ടാം ഏകദിനത്തിലുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിംഗ് 11 പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, KL രാഹുൽ അല്ലെങ്കിൽ ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, ജഡേജ, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, മുഹമ്മദ് ഷമി എന്നിവരായിരിക്കും പ്ലേയിംഗ് 11 ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.